കേരളത്തിൻ്റെ സമരനായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആർത്തലച്ചെത്തുകയാണ് ഒരു ജനസഞ്ചയം. തലസ്ഥാന നഗരി വലിയ തരത്തിലുള്ള ഒരു ജനക്കൂട്ടമായി മാറുകയാണ്. VS-ന് വിട നൽകാൻ കഴിയാത്ത തരത്തിലുള്ള വിങ്ങലോടെ അനേകായിരങ്ങൾ ഇപ്പോൾ കേശവദാസപുരത്തും എത്തിച്ചേർന്നിട്ടുണ്ട്. വിലാപയാത്ര ഇപ്പോൾ പട്ടം കഴിഞ്ഞ് കേശവദാസപുരത്തെത്തുമ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ വലിയ തരത്തിലുള്ള ഒരു ജനസഞ്ചയമായി ആ വിലാപയാത്ര മാറുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാർ വരെ വനിതകൾ വരെ VS-ന് അന്ത്യാഭിവാദം അർപ്പിക്കാൻ അവിടെ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ വിലാപയാത്രയ്ക്കൊപ്പം ശരത്ചന്ദ്രൻ ചേരുകയാണ്. ശരത്ചന്ദ്രൻ, വലിയ തരത്തിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ വിങ്ങൽ ആർത്തലച്ചെത്തുന്ന ജനസമൂഹം വിളിച്ചു പറയുകയാണ്, VS ഞങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. അതെ, സിജു സൂചിപ്പിച്ചതുപോലെ 2 മണിക്ക് ആരംഭിച്ച വിലാപയാത്ര 2.25 മണിക്കൂർ പിന്നിടുമ്പോൾ കേശവദാസപുരത്ത് മാത്രമാണ് എത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ദർബാർ ഹാൾ അടങ്ങുന്ന നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് കടന്നിട്ടുള്ളത്. അത്ര വലിയ തോതിലാണ്, വളരെ സാവകാശം മാത്രമാണ് ഈ വിലാപയാത്രയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ തന്നെ കാണാം, ഈ കേശവദാസപുരത്ത് ഈ ഇരുവശങ്ങളിലും അത്രയധികം ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ. അത് കാണുമ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു ജനസമൂഹം എത്രമാത്രം VS-നെയും VS ഉയർത്തിപ്പിടിച്ച സമരങ്ങളും അദ്ദേഹം പ്രതിനിധാനം ചെയ്ത CPIM എന്ന് പറയുന്ന ആ പാർട്ടിയോടും കേരളത്തിൻ്റെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് ഇഴചേർന്ന് കിടക്കുന്ന ഒരു വല്ലാത്ത ബന്ധമുണ്ട്. ആ ബന്ധമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനം കടന്നു പോകുന്ന വഴികളിലൂടെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുകയാണ്. കേശവദാസപുരത്തെ ഈ സാമാന്യം നല്ല വീതിയുള്ള ഈ ജംഗ്ഷൻ നോക്കൂ. ഇതിൻ്റെ ഇരുവശങ്ങളിലും എങ്ങോട്ടും തിരിയാൻ കഴിയാത്ത വണ്ണം വലിയ ബുദ്ധിമുട്ടിയാണ് ഈ വാഹനത്തിന്, ഈ ബസ്സിന്, ഈ വിലാപയാത്ര VS-നെയും കൊണ്ട് ആലപ്പുഴയിലേക്ക് പോകുന്ന ഈ ബസ്സിന് ഇടമൊരുക്കാൻ, യാത്രയ്ക്ക് ഈ വാഹനത്തിന് കടന്നു പോകാൻ CPIM പ്രവർത്തകർ ഏറെ പണിപ്പെടുന്നു, ഏറെ ബുദ്ധിമുട്ടുന്നു. കാരണം ഇരുവശങ്ങളിലും അത്രയധികം ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആളുകൾ നിൽക്കുന്നതിന് ഇപ്പുറത്തൂടെ കൈയൊക്കെ പിടിച്ച് ഇതിനകത്തുകൂടി വാഹനത്തിന് കടന്നു പോകാൻ കഴിയും വിധത്തിലേക്കൊരു സംവിധാനം ഒരുക്കാൻ. എന്താ ഇപ്പോൾ നോക്കൂ, കേശവദാസപുരത്ത് നിന്ന് MC റോഡിലേക്ക് പോകുന്ന ആ ഭാഗത്തേക്ക് തിരിയാതെ നേരെ NH-ലേക്ക് ഇവിടെ നിന്നാണ് തിരിയുന്നത്. കേശവദാസപുരമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് MC റോഡിലേക്കും NH-ലേക്കും റോഡ് തിരിയുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗം. അവിടെ ഈ കേശവദാസപുരത്ത് NH-ലേക്ക്, അതായത് കൊല്ലം വഴി ആലപ്പുഴയിലേക്ക് പോകുന്ന ആ റൂട്ട് ആരംഭിക്കുകയാണ്. അതായത് ഇവിടെ ആ ഡയറക്ഷനിലേക്ക് ബസ് തിരിയുകയാണ്. ആ ഡയറക്ഷനിലേക്കൊന്ന് തിരിയാൻ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ഭാഗത്തും അത്രയധികം ആളുകൾ നിൽക്കുകയാണ്. നോക്കൂ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് രാഷ്ട്രീയം പുരുഷന്മാരുടെ ഒരു ഇഷ്ടവിഷയം എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയൊക്കെ പഴയ കാഴ്ചകളും പഴയ അനുഭവങ്ങളുമായിരുന്നു. അതിനപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ നാനാതുറകളുള്ള മനുഷ്യർ, സ്ത്രീകളുടെ വലിയ സാന്നിധ്യമാണ് ഓരോ കേന്ദ്രത്തിലും. കേന്ദ്രമെന്ന് പറയാനില്ല, ഈ കടന്നു വരുന്ന വഴികളിലെല്ലാം കാണുന്നത് സ്ത്രീകളുടെ വലിയ സാന്നിധ്യമാണ്. പ്രായമായവരും കുട്ടികളും അടക്കം എല്ലാവരും. അത് യഥാർത്ഥത്തിൽ അദ്ദേഹം VS എന്ന വലിയ നേതാവ്, സമര പോരാളി ഉയർത്തിപ്പിടിച്ച വിഷയങ്ങൾ, അതിലൂടെ അദ്ദേഹം നിലപാടുകൾ കൊണ്ട് ആർജിച്ചെടുത്ത ഇവരുടെ വിശ്വാസ്യത, അദ്ദേഹം പ്രതിപക്ഷ നേതാവായും അതുപോലെ മുഖ്യമന്ത്രിയായും അതുപോലെ തന്നെ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായും LDF കൺവീനറായും CPIM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായി 4 നൂറ്റാണ്ടുകാലമാണ്, അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗമായി 1/2 നൂറ്റാണ്ടുകാലം പ്രവർത്തിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ അതികായന്മാരിൽ തലമുതിർന്ന നേതാവാണ്. ആ നിലയിൽ അതുകൊണ്ട് അദ്ദേഹത്തെ പോലൊരു നേതാവിന് അർഹിക്കുന്ന ഒരു വിടവാങ്ങലാണ്, രാഷ്ട്രീയമായ വിടവാങ്ങലാണ് കേരളം ഇപ്പോൾ നൽകി വരുന്നത്.